നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ തുറന്നാൽ ഇന്ന് രേണുസുതിയാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം. വ്ളോഗേഴ്സിനും മറ്റുള്ളവർക്കെല്ലാം ഇന്ന് രേണുസുതി മതി. അത് നന്മ പറയാൻ വേണ്ടിയിട്ടല്ല, രേണുസുതി അങ്ങനെയാണ്, രേണുസുതി ഇങ്ങനെയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും അധിക വീഡിയോയും കാണുന്നത്. അത് മാത്രമല്ല, രേണുസുതിക്ക് കഴിഞ്ഞ നിരവധി മാസങ്ങളായി രേണുസുതിക്കെതിരെ പല തരത്തിലുള്ള വിവാദങ്ങളാണ് എത്തുന്നത്. ഇത്രയും ഒരു വിവാദ നായിക ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് രേണുസുതിക്കെതിരെ മാത്രം ഇത്രയും ഒരു വിമർശനങ്ങൾ ഉയർന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം എന്ന് ഒരു ഉപജീവനത്തിനായി എന്ന് ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയോ അന്നു മുതൽ രേണുസുതിയെ വിമർശിക്കാൻ മാത്രമേ സമയമുള്ളൂ. അത് കുടുംബത്തിൽ നിന്നാണെങ്കിലും അയൽക്കാരാണെങ്കിലും ഇനി പുറത്തു നിന്നുള്ളവരാണെങ്കിലും ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വിവാദങ്ങളാണ് രേണുസുതിക്ക് നേരെ എത്തുന്നത്. വിവാഹത്തെ ചൊല്ലി ഒന്നും രണ്ടും വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു നിരവധി വിവാദങ്ങൾ വന്നു. അതുപോലെ തന്നെ വീടിനെ ചൊല്ലുള്ള വിവാദങ്ങൾ, അങ്ങനെ എല്ലാത്തിലും കൂടി വളരെ മോശം അവസ്ഥയിലൂടെയാണ് രേണുസുതി ഇന്ന് കടന്നു പോകുന്നത്. ഒടുവിൽ പൊറുതിമുട്ടി രേണുസുതിയുടെ കുടുംബക്കാർ വരെ വന്ന് പ്രതികരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ രേണുസുതിയുടെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചിയുടെ ഭർത്താവ്, അങ്ങനെ നിരവധി പേർ താമസിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ചയും ഒരു വിമർശനങ്ങളും നിരവധിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ. അതായത് മക്കൾക്ക് അനുവദിച്ച ആ വീട്ടിൽ രേണുസുതിയുടെ കുടുംബമാണ് താമസിക്കുന്ന ഒരു വിമർശനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയത്. ഇപ്പോഴിതാ അതിന് ആ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് രേണുസുതിയുടെ ചേച്ചി രമ്യ. കൊല്ലം സുധിയുടെ മക്കളുടെ വീട്ടിലല്ല തങ്ങൾ താമസിച്ചതെന്നാണ് രേണുസുതിയുടെ ചേച്ചി പറയുന്നത്. നേഴ്സായി സേവനം അനുഷ്ഠിക്കുന്ന തനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാകാറുണ്ട്. ആ അവസരത്തിൽ കുട്ടികളെ ആ വീട്ടിൽ നിർത്തുകയാണ് പതിവെന്നും രമ്യ പറയുന്നു. രേണുവിന്റെ വീടിനോട് ചേർന്ന് വാടക വീട്ടിലാണ് താമസം. തങ്ങൾക്കും താമസിക്കണം, കുഞ്ഞുങ്ങളെ എങ്കിലും വെറുതെ വിടണമെന്നും രേണുവിന്റെ ചേച്ചി അഭ്യർത്ഥിക്കുന്നുണ്ട്. വീടിന്റെ അവസ്ഥയെക്കുറിച്ചും കുടുംബം സംസാരിക്കുന്നുണ്ട്. രേണുവിന്റെ അച്ഛനായിരുന്നു വീടിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള വിശദീകരണം നൽകിയത്. തേപ്പും പെയിന്റും എല്ലാം പോകുന്ന അവസ്ഥയിലാണ്. തേപ്പും പെയിന്റും എല്ലാം ഇടിഞ്ഞു പോവുകയാണ്. വെറുതെ കൈകൊണ്ട് തൊട്ടാൽ പോലും പൊളിയുന്ന അവസ്ഥയിലാണ് വീടുള്ളത്. കുഞ്ഞുങ്ങൾക്ക് ദാനം കിട്ടിയ വീട് ആണല്ലോ എന്നോർത്താണ് ഇതുവരെയും മിണ്ടാതിരുന്നത്. ആരെയും മോശക്കാരാക്കാൻ നമുക്ക് താല്പര്യമില്ല. എന്നാൽ നമ്മൾ എന്തോ തെറ്റ് ചെയ്തു എന്ന രീതിയിൽ വരുന്ന ആരോപണങ്ങളിൽ സത്യമില്ല, രേണുവിന്റെ കുടുംബം പറയുന്നു. ഞങ്ങളെ മാത്രം തെറിയും ചീത്തയും പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ദൈവത്തെ പോലെ കണ്ടവർ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. രേണു പറഞ്ഞത് കള്ളമല്ല. ചോരുന്ന അവസ്ഥയിലാണ് വീടുള്ളത്. വീടിന്റെ മതിലും ഇടിഞ്ഞു പൊളിഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. ഒരു ചെടി പോലും വെക്കാനാകുന്ന അവസ്ഥയിലല്ല മതിലുള്ളത്. മുകളിൽ ഓടിട്ടിരിക്കുന്ന ഇടത്തുപോലും വിഷയങ്ങൾ ആണ്. എല്ലാ മുറിയിലും വെള്ളം വീഴുന്നുണ്ട്. വാർപ്പിലല്ല ചോർച്ച, പക്ഷേ ലീക്കുള്ള ഭാഗമുണ്ട്. സംശയമുള്ള ആളുകൾ നേരിട്ട് വരാം. മുകളിൽ പാരപ്പറ്റ് മുതൽ മോശം അവസ്ഥയിലാണ്, രേണുവിന്റെ അച്ഛൻ പറഞ്ഞു. ഞങ്ങൾക്ക് 5 വയസ്സുകാരന്റെ കാര്യം നോക്കാതെയാകുമോ? കുഞ്ഞുങ്ങളെ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നാൽ വരട്ടെ. എന്നെ പറയുന്നു, എന്റെ വീട്ടുകാരെ പറയുന്നു. ആ കുഞ്ഞിന് ഒറ്റയ്ക്ക് നിർത്താനാകുമോ? പറയുന്നതിന് ഒരു മാന്യത ഉണ്ടോ എന്ന് രേണു ചോദിക്കുമ്പോൾ പിന്നീട് സംസാരിക്കുന്നത് രേണുവിന്റെ സഹോദരി രമ്യയാണ്. രമ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടുന്നില്ല. ഞങ്ങൾ രേണുവിന്റെ വീടിന്റെ അടുത്ത് വാടക വീട്ടിലാണ് താമസം. ഞാനും ഭർത്താവും ജോലിക്ക് പോകുന്നവരാണ്. ഞാൻ ഒരു നേഴ്സാണ്. നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങളെ പപ്പയുടെയും മമ്മിയുടെയും അടുത്തേക്ക് ആക്കാറുണ്ട്. ആൾക്കാർ പഴി പറയുന്ന പോലെ ചേച്ചിയെയും മക്കളും ആ വീട്ടിലല്ല താമസം. കുഞ്ഞുങ്ങളെ വരെയാണ് മോശം പറയുന്നത്. അതിന്റെ ആവശ്യം എന്താണ്? എന്റെയും രേണുവിന്റെയും കുഞ്ഞുങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്. സ്കൂളിലും ഒരുമിച്ചാണ് പഠിക്കുന്നത്. കുഞ്ഞുങ്ങളെ എങ്കിലും വെറുതെ വിടണം, ഞങ്ങൾക്കും ജീവിക്കണം, രേണുവിന്റെ സഹോദരി രമ്യ പറയുന്നു. ഞങ്ങൾ എന്തോ കള്ളം പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്കും ജീവിക്കണ്ടേ? എന്തിനാണ് ആവശ്യമില്ലാത്ത കഥകൾ പറയുന്നത്? ഞങ്ങൾക്കൊരു അപകടം സംഭവിച്ചാൽ എന്തു ചെയ്യും? ഞങ്ങളെ നിഷ്കൃഷ്ട ജീവികളെ പോലെ കാണുന്നതിൽ വിഷമമുണ്ടെന്നും രേണുവിന്റെ അച്ഛൻ വേദനയോടെ കൂട്ടിച്ചേർത്തു. അതേസമയം തന്നെ രേണുസുതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ പ്രതികരണവുമായി ആക്ടിവിസ്റ്റായ മൃദുല ദേവിയും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. രേണുവിന്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയാണുള്ളതെന്നും സോഷ്യൽ മീഡിയയിൽ ക്രൂരമായ അപമാനമാണ് രേണു ഏറ്റുവാങ്ങേണ്ടി വരുന്നതെന്നും മൃദുല ദേവി പ്രതികരിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അവരുടെ പ്രതികരണം. ഒരു വീട് വെച്ചു കൊടുത്തു എന്നതിന്റെ പേരിൽ രേണു എല്ലാവരുടെയും മുന്നിൽ വാലാട്ടി നിൽക്കണോ എന്നും വീടിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെ രേണുവിന് കൈമാറിയിട്ടില്ല എന്നും മൃദുല കൂട്ടിച്ചേർത്തു. രേണുവിന്റെ നാട്ടുകാരിയും കുടുംബ സുഹൃത്തുമാണ് മൃദുല ദേവി. മൃദുലയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. രേണുസുതിയെ പറ്റി വളരെ ഹീനമായ രീതിയിലുള്ള ആൾക്കൂട്ട വിചാരണയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദാനം കിട്ടിയ വീടിനെ പറ്റി വളരെ മോശമായി പറഞ്ഞ രേണുവിനെ മൃദുലയെ പോലുള്ളവർ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന ചോദ്യം എന്റെ ചില സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുകയുണ്ടായി. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതുന്നു. വീട് വെച്ചു കൊടുത്തത് സുധിയുടെ മക്കൾക്കാണ്. മക്കളിൽ മൂത്തയാൾ കിച്ചു കൊല്ലത്ത് നിന്ന് പഠിക്കുന്നു. അതുകൊണ്ടാണ് സുധിലയത്തിൽ താമസിക്കാത്തത്. മറ്റേ കുഞ്ഞ് ചെറിയ കുട്ടിയാണ്. അഭിനയം തൊഴിലാക്കിയ രേണു ഷൂട്ടിന് പോകുമ്പോൾ ആ കുഞ്ഞിനെ നോക്കുന്നത് രേണുവിന്റെ അച്ഛനും അമ്മയുമാണ്. അവരുടെ അച്ഛൻ ഹൃദയ സംബന്ധമായ അസുഖമുള്ളയാളാണ്. രേണുവിന്റെ സഹോദരിയും പങ്കാളിയും സുധിലയത്തിൽ താമസിക്കുന്നവരല്ല. കുറച്ച്
കുറച്ച് യൂട്യൂബേഴ്സ് രേണുവിന്റെ നാട്ടിൽ തന്നെയുള്ള അവളെ ശത്രുതയോടെ കാണുന്ന മുഖമില്ലാത്ത മനുഷ്യരുടെ ഓഡിയോ ക്ലിപ്പ് എടുത്തിട്ട് അവളെ അതിക്രൂരമായി സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഈ മുഖമില്ലാത്ത മനുഷ്യരോട് ചോദിക്കുന്നത്? അവളുടെ നാട്ടുകാരിയും കുടുംബ സുഹൃത്തുമായ എന്നെ പോലുള്ളവരോട് ചോദിക്കൂ. മുഖം വെളിപ്പെടുത്തി തന്നെ ഞങ്ങൾ കൃത്യമായി മറുപടി പറയാം. ദിശയുടെ ആഭിമുഖ്യത്തിൽ ഒരു കേസ് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഞാൻ മൗനം പാലിച്ചത്. പക്ഷേ ഇപ്പോൾ ഷൂട്ടിങ്ങിന് വേണ്ടി ഒറ്റയ്ക്ക് രാത്രിയും പുലർച്ചെയും ഒക്കെ യാത്ര ചെയ്യുന്ന രേണുവിന്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ എഴുതാമെന്ന് വെച്ചത്. വീട് വെച്ചു കൊടുത്തതിന്റെ പേരിൽ രേണു എന്നും ബാലാട്ടി നിന്നുകൊണ്ട് ആരുടെയെങ്കിലും കക്കൂസ് കഴി ജീവിക്കുകയായിരുന്നെങ്കിൽ അവൾ മിടുക്കിയായനെ. മറിച്ച് സ്വന്തം ജീവിതത്തിൽ ഉണ്ടായ ദുരന്തത്തെ മാറ്റിവെച്ച് ആഘോഷത്തോടെ ജീവിക്കുന്നതാണ് നമ്മൾ മലയാളികൾക്ക് പ്രശ്നമാകുന്നത്. എന്ത് സാംസ്കാരിക വിദ്യാഭ്യാസമാണ് പിന്നെ നമ്മൾ ആർജിച്ചത്? ഞാനും ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി വലുതാക്കി. ഇവളെ പോലെ തുണിയില്ലാതെ തുള്ളിയിട്ടില്ല എന്ന് പറയുന്ന സ്ത്രീകളോട് പറയട്ടെ, അവൾ ജോലി ചെയ്ത് കഷ്ടപ്പെടാതെ ജീവിക്കുന്നു. ഇവളെ പോലെ തുണിയില്ലാതെ തുള്ളിയിട്ടില്ല എന്ന് പറയുന്ന സ്ത്രീകളോട് പറയട്ടെ, അവൾ ജോലി ചെയ്ത് കഷ്ടപ്പെടാതെ ജീവിക്കുന്നു. വിധവ, കഷ്ടപ്പാട് എന്ന സമവാക്യം അവൾ പൊളിച്ചു. അത് അവളുടെ ആർജവം. അത് നിയമപരമായ തെറ്റല്ല, മറിച്ച് ശാക്തീകരണമാണ്. ഒരാളുടെയും ഒരു ചില്ലി പൈസയും അവൾ മോഷ്ടിച്ചിട്ടില്ല, നികുതി വെട്ടിപ്പ് നടത്തിയിട്ടില്ല. നമ്മുടെ ആരുടെയും കുടുംബത്തിലെ 10 പൈസ അവൾ തോണ്ടി എടുത്തിട്ടില്ല. പിന്നെ എന്ത് തെറ്റാണ് അവൾ ചെയ്തത്? സുതിലയം എന്ന വീടിന് വേണ്ടി എത്ര രൂപ പിരിച്ചു കിട്ടി എന്ന് അവൾ ചോദിച്ചിട്ടില്ല. മറിച്ച് ആ വീടിന് ചോർച്ച ഉണ്ടെന്നാണ് അവൾ പറഞ്ഞത്. അത് തുറന്നു പറയാൻ അവൾ ധൈര്യം കാണിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. സുധിയുടെ മക്കൾ താമസിക്കുന്ന വീടിന് ചോർച്ചയുണ്ടെന്ന് അവൾ പറഞ്ഞത് ശരിയായ കാര്യമാണ്. അവർക്ക് ഇതുവരെ ആ വീടിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതുമില്ല. നാളിതുവരെയും മലയാളികൾ കണ്ടിട്ടുള്ള കലാകാരികളായ മിക്കവാറും സ്ത്രീകൾ എല്ലാ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം, മച്ചിന്റെ മുകളിലെ ഭഗവതിയുടെ ഐശ്വര്യം എന്നൊക്കെ മൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് അതെ ഞാൻ ഓന്താണ്, പട്ടിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോളൂ, ഞാൻ എന്നാലും നിർത്തില്ല എന്ന് തന്നെ ഉറക്കെ ഉറക്കെ പറയുന്നത് അവളിൽ വിക്ടോറിയൻ സദാചാരവും മനുസ്മൃതി ആഴത്തിൽ ഏൽപ്പിച്ച കുലസ്ത്രീ സങ്കല്പവും ഇല്ലാത്തത് കൊണ്ടാണ്. മാർജിനൈസ്ഡ് സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്ന ആംഗ്ലിക്കൽ സഭാ പാരമ്പര്യമുള്ള രേണു മുഖം കുനിച്ചു നിലത്ത് കാൽവിരൽ കൊണ്ട് ചേന വരയ്ക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. ഒറ്റയ്ക്ക് പൊരുത്തി നേടുന്ന ഇത്തരം സ്ത്രീകൾ നമ്മൾ മലയാളികൾക്ക് അപരിചിതരാണ്. ഇന്ത്യൻ സോഷ്യോളജി അത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന സ്ത്രീകളെ ഇവിടുത്തെ മെയിൻ സ്ട്രീം അടുപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ധൈര്യം കേരളത്തിനൊട്ട് പരിചയവുമില്ല. സോ സിസ്റ്റത്തിനാണ് പ്രശ്നം, രേണുവിനല്ല. പ്രിയപ്പെട്ട രേണു, വിക്ടോറിയൻ സദാചാരവും കുലസ്ത്രീബോധവുമുള്ളവരാണ് പൊതുവിൽ മലയാളി പ്രേക്ഷകർ. അവർ നിന്നെ കല്ലെറിയും. പക്ഷേ അപ്പോഴും 1% താഴെയുള്ള മനുഷ്യർ നിന്നെ സപ്പോർട്ട് ചെയ്യും. അവർ നിലപാടുള്ള കരുത്തുറ്റ വൃക്ഷങ്ങളായിരിക്കും. പതറാതെ മുന്നോട്ട് പോകുക എന്നാണ് അദ്ദേഹം അവർ പറയുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.